എല്ലാ കൂട്ടുകാർക്കും JP നെറ്റ്വർക്കിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. കഴിഞ്ഞ 4 മാസമായിട്ടേ എൻ്റെ വീട്ടിലെ ഞാൻ ഉപയോഗിക്കുന്ന TCLൻ്റെ 4K 43 ഇഞ്ച് UHD TV-യുടെ യൂസർ റിവ്യൂ ആണ് ഇവിടെ പറയാൻ പോകുന്നത്. 43 ഇഞ്ച് 4K TV-യിൽ ഇന്ത്യയിൽ തന്നെ ഏറ്റവും വളരെ കുറഞ്ഞ വൈദ്യുതി ഉപയോഗിക്കുന്ന ഒരു TV ആണ് ഇത്. ഞാനേ എൻ്റെ വീട്ടിലെ സ്റ്റെബിലൈസർ ഉപയോഗിക്കുന്നില്ല. അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ വീട്ടിലെ KSEBിയുടെ കണക്ഷൻ വഴിയല്ല ഈ TV വർക്കാവുന്നത്. സോളാർ വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഇൻവെർട്ടർ വഴിയാണ് വർക്ക് ചെയ്യുന്നത്. അതിനാൽ നമുക്ക് സ്റ്റെബിലൈസർ വെക്കേണ്ട ആവശ്യമില്ല. KSEB ഇല്ലാണ്ട് ഇൻവെർട്ടർ വഴി ഉപയോഗിക്കുമ്പോൾ സ്റ്റെബിലൈസറിൻ്റെ ഒരാവശ്യമില്ല. ആ സ്റ്റെബിലൈസർ കൊടുത്തു കഴിഞ്ഞാൽ അത്ര കൂടെ ചാർജ് നമ്മുടെ ബാറ്ററിയിൽ നിന്ന് ഇറങ്ങിപ്പോകും. ഞാൻ അഡീഷണൽ 1 ഇയർ വാറണ്ടി ഉൾപ്പെടെയാണെങ്കിൽ 18 രൂപ ചില്ലറയ്ക്കാണ് ഈ ഒരു TV വാങ്ങിയത്. 22 രൂപയ്ക്കാണ് ഇതിൻ്റെ പ്രൈസ്. മിക്ക സമയത്തും നിങ്ങൾക്ക് കാർഡ് ഓഫറൊക്കെ ഉണ്ടെങ്കിൽ പിന്നെയും പൈസ കുറയും. ഞാൻ ആമസോണിൽ നിന്നാണ് ഈ ഒരു TV വാങ്ങിയത്. ഇതാണെങ്കിൽ കമ്പനി തന്നെ 2 വർഷം വാറണ്ടി കൊടുക്കുന്നുണ്ട്. പിന്നെ അഡീഷണൽ വാറണ്ടിക്ക് 799 രൂപ ആയി. മൊത്തം 3 വർഷം വാറണ്ടി. പിന്നെ എൻ്റെ വീട്ടിലെ KSEBിയുടെ ഉപയോഗമില്ലാത്തത് കൊണ്ടും ഈ പറഞ്ഞ പോലെ TVക്ക് കംപ്ലൈൻറ്റ് വരാൻ ചാൻസ് കുറവാണ്. ഇപ്പോൾ നമ്മൾ എന്ത് വാങ്ങിച്ചു കഴിഞ്ഞാലും അടുത്ത ദിവസം തന്നെ കംപ്ലൈൻറ്റ് വരാൻ ചാൻസ് ഉണ്ട് എന്ന് കരുതി മാത്രമേ ഓരോ സ്ഥാനങ്ങളും വാങ്ങാൻ പറ്റുള്ളൂ. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. അത് മറ്റൊരു കാര്യം. ഈ ഒരു TV അല്ല, ഇപ്പോൾ ഏത് TV വെച്ച് കഴിഞ്ഞാലും നമ്മുടെ വാൾ മൗണ്ട് ചെയ്യാൻ വേണ്ടി അതിൻ്റെ കൂടെ സ്റ്റാൻഡ് കിട്ടത്തില്ല. നിങ്ങൾ വേറെ പൈസ കൊടുത്ത് വാങ്ങേണ്ടി വരും. ഒന്നെങ്കിൽ ആ വരുന്ന ടെക്നീഷ്യൻ്റെ കമ്പനിയുടെ ആൾ നിങ്ങളുടെ വീട്ടിൽ വരുമ്പോൾ അവരെ ഇന്ന് മേടിക്കാം. പക്ഷേ റൊട്ടേറ്റ് ചെയ്യുന്ന സ്റ്റാൻഡിന് അവരുടെ കയ്യിൽ 2500 രൂപയാണ് റേറ്റ് പറയുന്നത്. നിങ്ങളത് ആമസോണിൽ നിന്ന് 1500 രൂപ താഴെ വാങ്ങാം. ഈ ഒരു TV മേടിക്കുമ്പോൾ തന്നെ നിങ്ങൾ ഒരു സ്റ്റാൻഡ് വാങ്ങിച്ചു വെച്ച് കഴിഞ്ഞാലേ ഈ TV പിടിപ്പിക്കാൻ വരുന്ന ടെക്നീഷ്യൻ നിങ്ങൾക്ക് ആ ഒരു സ്റ്റാൻഡ് സെറ്റ് ചെയ്ത് തരും. അവരുടെ കയ്യിലെ സ്റ്റാൻഡ് തന്നെ വേണമെന്നില്ല. ഏത് സ്റ്റാൻഡാണെങ്കിലും ആ TV നിങ്ങൾക്ക് ഈ വരുന്ന ആൾ സെറ്റ് ചെയ്ത് തരും. അതിനായിട്ട് പ്രത്യേകം ചാർജൊന്നുമില്ല. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒരു ചായക്കാശ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് സന്തോഷമായി. നമ്മുടെ കയ്യിലേ വളരെ ഈസി ആയിട്ട് പിടിക്കാവുന്ന ഒരു റിമോട്ടാണ് ഇതിൻ്റെ കൂടെ ലഭിക്കുന്നത്. ബ്ലൂടൂത്താണ് ഈ റിമോട്ട് വർക്ക് ചെയ്യുന്നത്. എന്തായാലും കൊള്ളാം. നല്ല അടിപൊളി ക്വാളിറ്റിയുള്ള റിമോട്ടാണ് കിട്ടിയിരിക്കുന്നത്. പിന്നെ ആണെങ്കിൽ OTTയുടെ ഒക്കെ കുറേ സ്വിച്ചുകൾ അതിനകത്തുണ്ട്. പിന്നെ വോയിസൊക്കെ നമുക്ക് ഇതിനകത്ത് ഉപയോഗിച്ച് ചെയ്യാൻ സാധിക്കും. ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിയ സ്റ്റാൻഡാണ് ഇത്. അടിപൊളി സ്റ്റാൻഡാണ്. ഇതിനെക്കുറിച്ചുള്ള വീഡിയോ ഞാൻ 4 മാസം മുമ്പ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ കൂടുതൽ കാര്യങ്ങൾ അറിയാൻ സാധിക്കും. നല്ല വെയിറ്റുള്ള TV ആണെങ്കിലും ഇതിനകത്ത് സെറ്റ് ചെയ്താൽ തൂങ്ങിപ്പോകത്തില്ല. പിന്നെ ഒരുപാട് സ്ഥലങ്ങളിലേക്ക് നിങ്ങൾക്ക് തിരിച്ചൊക്കെ വയ്ക്കാൻ സാധിക്കും. ഇപ്പോൾ വരുന്ന റിമോട്ടേ ബ്ലൂടൂത്തൊക്കെ ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്ന റിമോട്ട് ആയതുകൊണ്ട് തന്നെ കംപ്ലൈൻ്റ് ആയി കഴിഞ്ഞാൽ പുതിയത് വാങ്ങണമെങ്കിൽ നല്ല പ്രൈസ് ഇറക്കണം. അതുകൊണ്ട് ഇത് നമ്മൾ പ്ലാസ്റ്റിക്കിൻ്റെ കൂടെ ഇട്ട് ഉപയോഗിക്കുന്നത് നല്ലതായിരിക്കും. കൂട്ടുകാരെ, വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ദയവായി ഒരു ലൈക്ക് അടിച്ച് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. ഞാനേ ഇൻ്റർനെറ്റ് ഉപയോഗിച്ചാണ് TV വർക്ക് ചെയ്യിക്കുന്നത്. സെറ്റപ്പ് ബോക്സ് ഒന്നും യൂസ് ചെയ്യുന്നില്ല. സെറ്റപ്പ് ബോക്സ് നമ്മുടെ പഴയ 32 ഇഞ്ചിൻ്റെ MAയുടെ TVയാണ് ഉപയോഗിക്കുന്നത്. ഈ ഒരു TVയിൽ നമ്മൾ സെറ്റപ്പ് ബോക്സ് ഉപയോഗിക്കുന്നില്ല. എതർനെറ്റ് കേബിൾ ഉപയോഗിച്ചിട്ട് OTT ഒക്കെ ഉപയോഗിച്ചാണ് TV കാണുന്നത്. സിനിമ കാണുന്നത് OTT ഉപയോഗിച്ചിട്ടും അതുപോലെ ന്യൂസ് ചാനൽ കാണുന്നത് YouTube വഴിയാണ്. ഇതുപോലത്തെ ഒരു സ്റ്റാൻഡ് വാങ്ങിച്ചതുകൊണ്ട് വളരെ ഈസി ആയിട്ട് നമുക്ക് നമ്മുടെ വീട്ടിൽ ഒരു മൂലയ്ക്ക് വളരെ ഈസി ആയിട്ട് വയ്ക്കാൻ പറ്റുന്നുണ്ട്. TV നല്ല അടിപൊളിയായിട്ട് ഉപയോഗിക്കാൻ സാധിക്കുന്നുണ്ട്. ഇതാണ് ഇതിൻ്റെ സ്റ്റാൻഡിൻ്റെ സെറ്റപ്പ്. നല്ല അടിപൊളിയായിട്ട് വളരെ ഈസി ആയിട്ട് നമുക്ക് സെറ്റ് ചെയ്ത് വയ്ക്കാവുന്ന ഒരു സ്റ്റാൻഡാണ്. TV നമ്മൾ ഓണാക്കുകയാണ്. വളരെ പെട്ടെന്ന് തന്നെ ഓണായി വരുന്നുണ്ട്. വലിയ താമസമൊന്നുമില്ല. സാധാരണ നോർമൽ TV ഓണായി വരുന്ന അതേ സമയം തന്നെ എടുക്കുന്നുണ്ട്. TCL എന്ന് ഫസ്റ്റ് എഴുതി കാണിക്കും. അതിനുശേഷം Google TV എന്ന് കാണിക്കും. ഇതൊരു Google TVയാണ്, ആൻഡ്രോയിഡ് TV അല്ല. പിന്നെയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇത് ഒരു UHD 4K TVയാണ്. 43 ഇഞ്ചിലെ 4K TV എന്ന് പറഞ്ഞാൽ ഒരു അത്യാവശ്യം എല്ലാ സെറ്റപ്പുമായി. പിന്നെ ഒരു Google TV ആണെങ്കിൽ നമുക്ക് ഒരുപാട് ആപ്പുകളൊക്കെ കയറ്റി ഉപയോഗിക്കാൻ സാധിക്കും. നമ്മൾ BSNLൻ്റെ ഇൻ്റർനെറ്റ് ഉപയോഗിച്ചാണ് വർക്ക് ചെയ്യുന്നത്. 30 Mbps സ്പീഡ് ലഭിക്കുന്ന BSNLൻ്റെ ഫൈബർ ഇൻ്റർനെറ്റ് കണക്ഷനാണ് ഞാൻ നിലവിൽ ഉപയോഗിക്കുന്നത്. എൻ്റെ അടുത്ത് BSNL കസ്റ്റമർ കുറവായതുകൊണ്ട് തന്നെ അങ്ങനെ 30 Mbpsൽ വലിയ കുഴപ്പമൊന്നുമില്ല. വല്ലപ്പോഴൊക്കെ ചില പ്രശ്നങ്ങളുണ്ട്, എന്നാലും നമ്മൾ വലിയ കുഴപ്പമില്ലാണ്ട് ഉപയോഗിക്കുന്നുണ്ട്. 4K വീഡിയോസൊക്കെ നല്ല പക്കയായിട്ട് വർക്കാവുന്നുണ്ട്. ഇപ്പോൾ കാണുന്നത് പോലെ ഒരുപാട് OTT ആപ്ലിക്കേഷൻസ് നമ്മൾ കയറ്റിയിട്ടുണ്ട്. ഒരുപാട് ആപ്പ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും TV അങ്ങനെ ഹാങ് ആവണ ഇഷ്യൂസ് ഒന്നുമില്ല. നല്ല പക്ക സ്മൂത്തായിട്ട് വർക്കാവുന്നുണ്ട്. നമ്മൾ സിനിമ കാണുന്നത് ഇത് വേണം ആപ്ലിക്കേഷൻ ഉപയോഗിച്ചാണ്. പിന്നെയാണെങ്കിൽ ന്യൂസ് ചാനലൊക്കെ കാണുന്നത് യൂട്യൂബിൽ HDയിൽ കാണാൻ പറ്റുന്നുണ്ട്. യാതൊരുവിധ പ്രശ്നങ്ങളുമില്ല. നല്ല പക്കയായിട്ട് വർക്കാവുന്നുണ്ട്.
നമ്മൾ ഇൻ്റർനെറ്റ് ഉപയോഗിച്ച് കാണുന്നതുകൊണ്ട് തന്നെ നല്ല പിക്ചർ ക്വാളിറ്റി ഉണ്ട്. നമുക്ക് സെറ്റ് ടോപ്പ് ബോക്സ് കൊടുക്കാനും സൗണ്ട് ബാർ കൊടുക്കാനും ഇൻ്റർനെറ്റ് കണക്ഷൻ കൊടുക്കാനും അങ്ങനെ എല്ലാവിധ സംവിധാനങ്ങളും ഈ ഒരു ടി വിയിലുണ്ട്. അതുകൊണ്ട് നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല, എല്ലാം നല്ല സ്മൂത്തായിട്ട് വർക്കാവുന്നുണ്ട്. ഒരു കുറ്റം പറയാനാണെങ്കിൽ ഞാൻ ഈ ഒരു ടി വിയിൽ നിന്ന് എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇതിൻ്റെ ഒപ്റ്റിക്കൽ എടുത്തിട്ട് നിങ്ങൾ സൗണ്ട് ബാറിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ വേറെ 1-2 ടി വി ആയിട്ട് ഞാൻ വെച്ച് നോക്കിയപ്പോൾ അതിനേക്കാളും കുറച്ചും കൂടെ സൗണ്ട് കുറവാണ് ഇതിൻ്റെ ഒപ്റ്റിക്കൽ ഔട്ടിൽ നിന്ന് കിട്ടുന്നത്. 24 വാട്ടിൻ്റെ സ്പീക്കറാണ് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. അത്യാവശ്യം കൊള്ളാവുന്ന സൗണ്ട് തന്നെ കിട്ടുന്നുണ്ട്. സൗണ്ട് ബാർ ഉപയോഗിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് കിട്ടുന്നുണ്ട്. ഒപ്റ്റിക്കൽ അല്ലെങ്കിൽ HDMI ERC വഴി നിങ്ങൾക്ക് കൊടുക്കാം, അങ്ങനെ ഉപയോഗിക്കാൻ സാധിക്കുന്നുണ്ട്. പിന്നെയാണെങ്കിൽ 4K പിക്ചർ ക്വാളിറ്റിയൊക്കെ നല്ല അടിപൊളിയാണ്. നിങ്ങൾ 22 രൂപയ്ക്കൊക്കെ ഈ ടി വി വാങ്ങിച്ചു കഴിഞ്ഞാലും അടിപൊളിയാണ്. ആ ഒരു വിലയ്ക്ക് നല്ല അടിപൊളി ടി വിയാണ്. 2 വർഷം കമ്പനി വാറണ്ടി ഉണ്ട്. അഡീഷണൽ വാറണ്ടി നിങ്ങൾക്ക് 1 ഇയറോ 2 ഇയറോ വാങ്ങാൻ സാധിക്കുന്നുണ്ട്. പർച്ചേസ് ലിങ്ക് വീഡിയോയുടെ താഴെ കൊടുത്തേക്കാം, നിങ്ങൾക്ക് കയറി ചെക്ക് ചെയ്ത് നോക്കാം. പിക്ചർ ക്വാളിറ്റിയുടെ കാര്യത്തിൽ അടിപൊളി ടി വിയാണ്. പിന്നെ ഈ ഒരു ടി വി ഞാൻ വാങ്ങിച്ച സമയത്ത് എൻ്റെ 1-2 കൂട്ടുകാർ വാങ്ങിച്ചിട്ടുണ്ട്, അവർക്കൊക്കെ ഇഷ്ടപ്പെട്ടു. നല്ല അടിപൊളി ടി വിയാണ് എല്ലാവരും പറയുന്നുണ്ട്. ഇത് വാങ്ങിച്ച 1-2 കൂട്ടുകാരെ എനിക്കറിയാം, അവരൊക്കെ ഈ പറഞ്ഞ പോലെ ഇൻ്റർനെറ്റ് ഉപയോഗിച്ചാണ് ഈ ടി വി കൂടുതൽ ഉപയോഗിക്കുന്നത്. OTTയും യൂട്യൂബുമാണ് ഉപയോഗിക്കുന്നത്. സെറ്റ് ടോപ്പ് ബോക്സ് വളരെ കുറച്ച് ടൈമാണ് ഉപയോഗിക്കുന്നത്.